5-year anniversary celebration Bukstagam Part 2. Yes. So, Independence Day with Bukstagam in association with Decathlon and Playfest India, proudly sponsored by Eve's Coffee. So, ഈ ഒരു ഇവൻറ്റ് നാളെയാണ്. അപ്പോൾ ഇന്ന് പാർട്ട് 2 ഇടുന്നതിൻ്റെ മെയിൻ റീസൺ അഗൈൻ നാളത്തേക്കുള്ള എല്ലാവർക്കും ആകാംക്ഷ കൂട്ടാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് സൈനിങ്ങും ബുക്സ് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ആ വേദികൾ നടക്കുന്നത് എന്നുള്ളത് ഓരോന്ന് 1 by 1 പറയാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം യെസ് യു. നമ്മളിവിടെ നമ്മുടെ ചാനലിലൊരു ലൈവ് പോയിരുന്നു ഒരു പ്രാവശ്യം. ഒരു ബുക്സ്തകം ഫൗണ്ടേഷൻ്റെ ഡോണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്കി ഡ്രോ ആയിരുന്നു. ആ ലക്കി ഡ്രോയിലെ വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് ഒരു സൈക്കിളാണ്. അതെ, ഒരു ടിൽറ്റ് 120 എന്ന് പറയുന്ന ബിറ്റ്വിൻ ഡെക്കാത്തലോണിൽ തന്നെ വാങ്ങാൻ കിട്ടുന്ന ഒരു 3 ഫോൾഡബിൾ സൈക്കിളാണ്. അപ്പോൾ ഏകദേശം 25,000 MRP വരുന്നതാണ്. അത് നമ്മൾ ആനുവൽ ആനുവൽ ഗിവ് അവേ എന്നുള്ള രീതിയിൽ നമ്മൾ ഡോണേഴ്സിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന സൈക്കിളാണ്. അത് അവിടെ വെച്ച് അമ്മുകൃഷ്ണ എന്നാണ് വിന്നറിൻ്റെ പേര്. യെസ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബുക്സ്തകം ഫൗണ്ടേഷൻ വിച്ച് ഈസ് എ പബ്ലിക് ട്രസ്റ്റ്, ഈ 12ATG ഒക്കെ ഈ പബ്ലിക് ട്രസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. സോ വി അച്ചീവ്ഡ് എ ലോട്ട് വിത്തിൻ ജസ്റ്റ് 1 year. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റയർ റിപ്പോർട്ട് നമ്മളന്ന് പെട്ടെന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ റിപ്പോർട്ട് ഓഫ് ഫൗണ്ടേഷൻ വിൽ ബി പ്രസൻറ്റഡ് ഓൺ ദാറ്റ് വെന്യൂ. യാ. പിന്നെ നമ്മുടെ ഓണററി മെമ്പേഴ്സിന് നമ്മളൊരു മൊമെൻറ്റോ, അതായത് നമ്മൾ പുതിയതായിട്ട് കുറച്ച് ഓണററി മെമ്പേഴ്സിനെ നമ്മൾ അവിടെ വെച്ച് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആരൊക്കെയാണെന്നുള്ള സർപ്രൈസസ് അന്ന് ആ വെന്യൂവിൽ വെച്ച് ആയിരിക്കും അറിയുന്നത്. കറക്റ്റ്. ചില ഓണററി മെമ്പേഴ്സിന് പോലും അറിയില്ല അവർ ഓണററി മെമ്പേഴ്സായി എന്നുള്ളത് ആ വെന്യൂവിൽ വെച്ചിട്ടാണ് നമ്മളത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ലൈഫ് ടൈം ഡൊണേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ₹1 ഒരു ദിവസം കണക്കിനാണ് ഈ പുസ്തകം ഫൗണ്ടേഷന് വേണ്ടി ആൾക്കാരൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 36,500 വിച്ച് ഈസ് 100 yearsൻ്റെ സപ്പോർട്ട് ആയിട്ടുള്ള രൂപ തരുന്നവരാണ് നമ്മൾ ലൈഫ് ടൈം ഡൊണേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ലൈഫ് ടൈം ഡൊണേഷൻ തന്നേക്കുന്ന ഏകദേശം 8, 9, 10 പേരുണ്ട്. അവർക്ക് ലൈഫ് ടൈം ഡൊണേഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ വെന്യൂവിൽ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പുതിയ ബുക്സിൻ്റെ കവർ റിലീസ്. യെസ്. അപ്പോൾ അത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് ഇങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലുമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. ഐ ആം സോറി. അപ്പോൾ കവർ റിലീസസ് എന്ന് പറയാൻ നേരത്ത് നമുക്കൊരു സിസ്റ്റർ കൺസേൺ ഉണ്ട് വിച്ച് ഈസ് കൊജിറ്റാബണ്ട് LLP എന്ന് പറയും. യുവർ തോട്ട്ഫുൾ പബ്ലിഷിംഗ് പാർട്ട്ണർ എന്നാണ് ടാഗ് ലൈൻ. അതിന് റീസൺ ഉണ്ട്. കൊജിറ്റാബണ്ട് എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് വേർഡ്. തോട്ട്ഫുൾ എന്ന അർത്ഥമുള്ള ഒരു പേരാണ് കൊജിറ്റാബണ്ട്. അപ്പോൾ യുവർ തോട്ട്ഫുൾ പബ്ലിഷിംഗ് പാർട്ട്ണർ കൊജിറ്റാബണ്ട് LLP. ഇൻഫാക്ട് കൊജിറ്റാബണ്ട് ആണ് ഇന്ത്യയിലെ ലൈഫ് ടൈം ഡീൽ കൊടുക്കുന്ന ഏക പബ്ലിഷിംഗ് ഹൗസ് വിച്ച് ഈസ് when an author on board with കൊജിറ്റാബണ്ട് then it's for lifetime, which means they can publish n number of works under this publishing house. അങ്ങനെ ലൈഫ് ടൈം ഡീലാണ് അച്ചീവ് ചെയ്യുന്നത്, നോട്ട് ജസ്റ്റ് 1 കോൺട്രാക്ട്. അപ്പോൾ അങ്ങനെ വിൻ ചെയ്ത 5 പേരുടെ കവർ റിലീസസ് ആ വെന്യൂവിൽ വെച്ചിട്ട് നടത്തുന്നുണ്ടാവും. പുതിയ കവേഴ്സൊക്കെയാണ് ഞങ്ങൾ കാണിക്കണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, പക്ഷേ വെന്യൂവിലെ കാണിക്കത്തുള്ളൂ. പിന്നെ ഓൾ സെയിൻസിൽ ഞങ്ങൾ ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ആസ്പയർ എന്നും പറഞ്ഞുകൊണ്ട് റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പേർക്ക് നമ്മൾ ആ വെന്യൂവിൽ വെച്ച് കോൺട്രാക്ട് കൊടുക്കുന്നതായിരിക്കും. ബുക്സ്തകം ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് കോളേജ് പാർട്ട്ണറിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. സോ ഞങ്ങളിങ്ങനെ കോളേജസിലൊക്കെ പോയിട്ട് ഈ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് അങ്ങനെയുള്ള ഒരുപാട് സെക്ടേഴ്സായിട്ടുള്ള ഒരുപാട് സ്റ്റേജസ് ഓഫ് ഇവൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വന്ന 3 വിന്നേഴ്സാണ്. അവർ 3 പേരും എഗെയിൻ അവരുടെ വർക്ക് അസാധ്യമായിരുന്നു. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും 3 വിന്നേഴ്സ് വന്ന്. അങ്ങനെ ശരിക്കും ഒരാളെയായിരുന്നു ഞങ്ങൾ എടുക്കേണ്ടിരുന്നത്. പക്ഷെ വി ഹാഡ് ടു വന്നു. അങ്ങനത്തെ റൈറ്റിംഗാണ്. അവർക്ക് നമ്മൾ ഒഫീഷ്യലി കോൺട്രാക്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വിത്ത് ബുക്സ്തകം എന്നുള്ള വെന്യൂവിൽ വെച്ചിട്ടായിരിക്കും. വിജയ് ഡെക്കാത്തലോൺ ഉള്ളൂരിൽ. ഇനി അടുത്തത് ഒരു ഭയങ്കര ഒരു അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ വേർഡ് യു പറഞ്ഞു. സോ വേർഡ് യു WORDU ഒരുമിച്ചാണ്. WORD എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലും U ക്യാപിറ്റൽ ലെറ്ററിലും. സോ വിച്ച് ഈസ് എ ന്യൂ സിസ്റ്റർ കൺസേൺ ഓഫ് ബുക്സ്തകം പബ്ലിഷേഴ്സ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്
സെൽഫ് പബ്ലിഷിംഗ് ആണ്. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ജസ്റ്റ് വാണ്ടഡ് ടു പബ്ലിഷ് വൺ ബുക്ക് ഇൻ ദർ ലൈഫ്. അങ്ങനെയുള്ള ആർക്ക് വേണ്ടിയായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ട് ആൻഡ് അഗെയിൻ ഇന്ത്യയിലുള്ള ഏത് സെൽഫ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സോടൊപ്പമാണ് വേർഡിയോ ഇറങ്ങുന്നത്. അന്ന് അണ്ണിങ് പോയട്രി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലുള്ള 5 പേര് ഏകദേശം കോൺട്രാക്ട് വിൻ ചെയ്തിരുന്നു. അവർക്ക് നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ഓഫർ കൊടുക്കുന്നത്, നമ്മുടെ ആദ്യത്തെ 5 ഓഫേഴ്സ് എന്നുള്ള രീതിയിൽ ആനിവേഴ്സറി കൂടെ പ്രമാണിച്ച്. ആൻഡ് ഇൻഫാക്ട് അവർ 5 പേരും ഭയങ്കര നല്ല ഓത്തേഴ്സ് ആണെന്ന്, നല്ല പോയറ്റ്സ് ആണെന്ന് ഓൾറെഡി ഒരു എൻഡോഴ്സ്മെൻറ്റ് വന്നിരുന്നു. സോ വി ആർ ഹാപ്പിലി ഗിവിങ് കോൺട്രാക്ട്സ് ടു 5 ഓതേഴ്സ്. ട്രഡീഷണലി ആണ് അവർക്ക് പബ്ലിഷ് ചെയ്യുന്ന 5 പേരുടെ വർക്ക് ആ വെന്യൂവിൽ വെച്ച് നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കും. അപ്പോൾ വേർഡിയോ കോൺട്രാക്റ്റ് കൊടുക്കുക മാത്രമല്ല, വേർഡിയോൻ്റെ ലോഗോ അന്നാണ് യെസ് ഓക്കെ. സോ ലോഗോയുടെ ഒരു ചെറിയൊരു അൺവെയിലിംഗ് മൊമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മേക്ക് ഷുവർ യു ഡോണ്ട് മിസ് ഇറ്റ്. യാ, സോ വേർഡിയോ വിൽ ബി ഹാവിങ് ഇറ്റ്സ് ഓൺ ലെഗസി. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓതർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ റൈറ്റേഴ്സ്. അതിൽ റൈറ്റിംഗ്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു കോഴ്സാണ്. നമ്മളത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കപ്പിൾ ഓഫ് റീഡ്സിൽ. അപ്പോൾ ആ കോഴ്സിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 15th August. കറക്റ്റ്, 15th August അപ്പോൾ അന്ന് അവർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട് ആ വെന്യൂവിൽ. ആൻഡ് എഗെയിൻ ഞങ്ങൾ അടുത്ത ബാച്ചൊക്കെ ഉടനെ കോൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എഗെയിൻ മേക്ക് ഷുവർ ഇഫ് യു ആർ റൈറ്റിംഗ്, നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് കിട്ടുന്ന 2-3 കാര്യം വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ഇൻസൈറ്റ് ഓഫ് ഹൗ ദിസ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി വർക്ക്സ്. സോ നോയിങ് യുവർ ഇൻഡസ്ട്രി ഈസ് കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക അർജൻസി ഉള്ള ഒരു മാറ്ററാണ്. കാരണം അൺലെസ് ആൻഡ് അണ്ടിൽ യു ഡോണ്ട് നോ യു കാണ്ട് എക്സൽ ഇൻ ദിസ് ഇൻഡസ്ട്രി. ദാറ്റ്സ് ഹൗ ദിസ് ഇൻഡസ്ട്രി വർക്ക്സ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഗെയിൻ അടുത്ത വർഷം കോൾ ചെയ്യാൻ നേരത്ത് മേക്ക് ഷുവർ യു പിൻ ദ റെലവൻറ്റ് ടീം ഇൻ ഓർഡർ ടു ഹോൾ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ്. സോ അന്ന് അത് നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ പ്ലേ ഫെസ്റ്റ് ഇന്ത്യയാണ് ഒരു വൺ ഓഫ് ദ പാർട്ട്ണർ ഇൻ ദിസ് പ്രോഗ്രാം. അവരുടെ ഒരു പബ്ലിക് ട്രസ്റ്റാണ്. സോ ദേ ഹാവ് ടോട്ട് അറ്റ്ലീസ്റ്റ് 7,000 പീപ്പിൾ ഇൻ ട്രിവാൻഡ്രം ഗെയിംസ് പഠിപ്പിച്ചിട്ടുണ്ട്, ബോർഡ് ഗെയിംസും പലതരം ഗെയിംസുകളൊക്കെ. അപ്പോൾ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വരാം, ഗെയിംസ് പഠിക്കാം, ഗെയിംസ് കളിക്കാം. ആൻഡ് പ്ലേ ഫെസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാം, കാരണം ഒരുപാട് വെന്യൂസിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് പ്ലേ ഫെസ്റ്റ് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ മേക്ക് ഷുവർ യു വിസിറ്റ്. ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഒക്കെയാണ്, ഭയങ്കര രസമാണ്. നമ്മുടെ കുട്ടിക്കാലം വേസ്റ്റ് ആയി പോയി എന്നുള്ളത് അറിയണമെങ്കിൽ പ്ലേ ഫെസ്റ്റിന്റെ മാത്രമല്ല വലിയവർക്കുള്ള ഗെയിംസും എന്നുവെച്ചാൽ അറ്റ്ലീസ്റ്റ് യുനോ ദേർ ആർ സം ഗെയിംസ് നമ്മൾ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കൊച്ചിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ല. സോ ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി. സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആക്കുക ആൾക്കാരെ എന്നുള്ളതാണ് അവരുടെ മെയിൻ മിഷൻ ആൻഡ് വിഷൻ. അപ്പോൾ അത് അവർ ഭയങ്കരമായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷന് ട്രിവാൻഡ്രം കളക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ പുസ്തകത്തിലൊക്കെ കൊളാബിൽ കണ്ടിട്ടുണ്ടാകും. സോ അഗെയിൻ പ്ലേ ഫെസ്റ്റ് ഇസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഈസ്റ്റ് കോഫിയാണെന്ന് സ്പോൺസർ ചെയ്യുന്നത്. സോ അവർ ബീറ്റ ഈസ് വൺ ഓഫ് അവർ ട്രസ്റ്റീസ് ഓൾസോ. അപ്പോൾ ബീറ്റ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഫെമിലിയർ ഫേസസ് നിങ്ങൾക്ക് ഉണ്ടാകും, ഉറപ്പാണ്. നിങ്ങൾ വരുമ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ആ വെന്യൂവിൽ എന്തായാലും ഉണ്ടാവും. സോ മേക്ക് ഷുവർ യു ഡോണ്ട് മിസ് ഇൻഡിപെൻഡൻസ് ഡേ വിത്ത് പുസ്തകം ഇൻ അസോസിയേഷൻ വിത്ത് Decathlon and Playfest India, proudly sponsored by East Coffee on August 15th from 8:30 AM to 11 AM at Decathlon, Ullur. നമ്മൾ പുസ്തകം ഫൗണ്ടേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് ട്രൈബൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ 1 by 1 എത്തിക്കുന്നുണ്ട്. വി സ്റ്റാർട്ടഡ് ഫ്രം പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ടയിൽ 7 സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. അവിടത്തേക്കുള്ള എഡ്യൂക്കേഷൻ റിസോഴ്സൊക്കെ നമ്മൾ എത്തിക്കുന്നു. അതോടൊപ്പം ആ വെന്യൂവിൽ വെച്ചിട്ട് ഡെക്കാത്ലോൺ നമ്മുടെ പാട്രോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം 7 സ്റ്റഡി സെൻറ്റേഴ്സിൽ എല്ലാ പിള്ളേർക്കും വിച്ച് ഈസ് മോർ ദാൻ 200 സ്റ്റുഡൻസ് അവർക്ക് സ്പോർട്സ് ഐറ്റംസ് നമ്മൾ അന്ന് ഹാൻഡ് ഓവർ ചെയ്യും പത്തനംതിട്ടയിലെ ട്രയൽ ഡെവലപ്മെൻറ്റ് ഓഫീസറിന്. അതുകൂടാണ്ട് നമ്മുടെ സന്തോഷ് കുളങ്ങര സാറിൻ്റെയൊക്കെ ലേബർ ഇന്ത്യക്കാർ നമ്മളായിട്ട് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അവരുടെ ഈ പത്തനംതിട്ടയിലെ പിള്ളേർ ഒരുപാട് പേര് ഇത് ചോദിച്ചിരുന്നു, ലേബറിൻ്റെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ലേബറിൻ്റെ ഇനി ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവിടെ എത്തിക്കുന്നുണ്ട്. അതും ആ ഒരു വെന്യൂവിൽ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. കാരണം പോയ എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സിലും പിള്ളേർ ചോദിക്കുന്ന ഒരു ഗൈഡായിരുന്നു ലേബർ ഇന്ത്യ എന്നാണ്. സോ ലേബർ ഇന്ത്യ ഇപ്പോൾ കുറച്ച് ഇവിടെ കോപ്പീസ് ഇരിപ്പുണ്ടായിരുന്നു, കൊടുക്കാൻ പോകുന്നതിലുള്ള നാളെ. അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പണ്ട് ലേബർ ഇന്ത്യ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. സോ അഗെയിൻ ലേബർ ഇന്ത്യ ടീം ഓസം ജോബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യുവിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്.
സോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓൺ ബോർഡ് ആവുന്നുണ്ട് പുസ്തകം ഫൗണ്ടേഷൻ്റെ ഇനിഷ്യേറ്റീവ്സിലും. ആൻഡ് ലൈക്ക് ഐ സെഡ് ബിഫോർ ഇൻ പ്രീവിയസ് വീഡിയോസ്, പുസ്തകം എന്ന് പറഞ്ഞ പേര് തന്നെ ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട് ഓഫ് എ ലോട്ട് ഓഫ് ഗുഡ് ഹാർട്ടഡ് പീപ്പിൾ. താങ്ക് യു ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. അല്ലേ, ദർ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ, കൗണ്ട്ലെസ്. സോ പലരും മിസ് ചെയ്യുമായിരിക്കും ആ ഇവൻറ്റിന്. കഴിയുന്ന എല്ലാ ആൾക്കാരും വരിക. സോ അഗെയിൻ വൺസ് അഗെയിൻ ബൈ ബൈ.